ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ DVWൻ്റെ റിഫ്ലക്റ്റ് അക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് പറഞ്ഞത്. സോ ലാസ്റ്റ് നമ്മൾ ഡോമിനൊക്കെ പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്റ്റ് പറയാം. റിഫ്ലക്റ്റ് ആണെങ്കിൽ നെയിം പോലെ തന്നെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ ടെസ്റ്റ്, ഓക്കെ, ഇവിടെ ബോളിൻ്റെ കാണിച്ച് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിന് അടിക്കുമ്പോൾ ഇവിടെ എന്താ കാണിക്കുക, ഹലോ ടെസ്റ്റ്. നമ്മൾ എന്താണ് കൊടുത്താൽ സാധാരണ നമുക്ക് ഇവിടെ ടെസ്റ്റ് ആയിട്ട് കാണിച്ച്. ഇപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അതും സബ്മിറ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഹലോ ഗൗരി, ഇപ്പം നിങ്ങളെ പേര് എടുക്കുകയാണെങ്കിൽ വരും. ഇപ്പോൾ നമ്മളെന്താ ഡോമിൽ പേസ്റ്റ് ചെയ്താൽ നമ്മളതുണ്ടാവില്ലേ, ഈ ഒരു പേലോഡ് നമ്മളെന്താക്കുക, കോപ്പി ചെയ്യുക, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് റിഫ്ലക്റ്റ് ചെയ്തു ഹാക്ക്. അപ്പോൾ എന്താ റിഫ്ലക്റ്റഡ് അറ്റാക്ക് ഉണ്ട് നമുക്ക് മനസ്സിലായി. അതായത് നോർമലി വേർഡ്സ് മാത്രമല്ല, എല്ലാ ലൈക്ക് എന്തൊക്കെ സിമ്പിൾസ് ഉണ്ടോ അതൊക്കെ എടുക്കുന്നുണ്ട്, മനസ്സിലാവും. പിന്നെ അതേപോലെ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ അങ്ങനെയാണ് നമുക്ക് സെഷൻ ടോക്കൺസോ നേരത്തെ ചെയ്തപോലെ സെഷൻ കുക്കി ലൈക്ക് ഡോക്യുമെൻ്റ് കുക്കി കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നുണ്ടോ, ലൈക്ക് മെയിൻ ക്രെഡൻഷ്യൽസ് എന്തെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, ഇതുണ്ടോ അതിൻ്റെ സെഷൻ കുക്കി ID കാര്യങ്ങളൊക്കെ ലീക്കാണ്. സോ ഇതാണ് തന്നെ റിഫ്ലക്റ്റ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അപ്പം കാണുന്നത്. ഇതിൽ നമ്മൾ സ്റ്റോർഡ് നോക്കുകയാണെങ്കിലും സ്റ്റോർഡ് പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെയും പിന്നെ ഏതെങ്കിലും യൂസർ അത് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ എന്താ അവർക്ക് അറ്റാക്ക് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ റിഫ്ലക്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പം കൊടുക്കുന്നത് അപ്പോൾ റിഫ്ലക്റ്റ് തരും. പക്ഷേ സ്റ്റോർഡ് അങ്ങനെയല്ല. അപ്പോൾ സ്റ്റോർഡിൽ എങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏതിലാ വൾനറബിലിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എന്താക്കുക, നമ്മൾ കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ഏതിലാണ് നമുക്കുള്ള അറിയത്തില്ല, ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര പേസ്റ്റ് ആക്കി നോക്കുമ്പോൾ ഈ AL വരെ പോകുന്നുള്ളൂ. ഐ തിങ്ക് തോന്നുന്നുണ്ട് അവർ വേർഡ്സിൽ എന്താ പറയുക ഇത്ര ലെറ്റേഴ്സേ പറ്റത്തുള്ളൂ നെയിം എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതിവിടെ ഉണ്ട് മാക്സിമം ലെങ്ത്ത് 10. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത് എത്തുന്നത് നമുക്ക് മാക്സിമം ലെങ്ത്ത് ഇവിടെ 10 എന്ന് കാണേണ്ടത്. അപ്പം നമുക്ക് 100 1000 നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, നമ്മളെ കയ്യിലുള്ള കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മളെന്താ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് പേസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. വി എൻ്റർ വി കനോട്ട് ബി എംപ്റ്റി. ഓക്കെ, ഇവിടെ നമ്മൾ എന്തെങ്കിലും എന്താ ഹലോ ഐ ആം ഗൗരി അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇനി ഓക്കെ, ടെസ്റ്റ് ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്നത് ഇവിടെ സേവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം സൈൻ ഇൻ ഹാക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വന്നു, മെസ്സേജ് വന്നു. സോ എന്താ സ്റ്റോർ ചെയ്ത്. അപ്പം നമ്മൾ വീണ്ടും ഇത് ചെയ്യുമ്പോൾ അതിങ്ങനെ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിങ്ങനെ മനസ്സിലാവുക വെച്ചാൽ നമ്മളിപ്പോൾ റിഫ്ലക്റ്റിലേക്ക് വേറെ ഏതെങ്കിലും പേജിലേക്ക് പോകാം. അപ്പോൾ റിഫ്ലക്റ്റിലേക്ക് പോയി വിചാരിക്കും, നേരെ സ്റ്റോറിലേക്ക് വന്ന് നോക്കാം. അപ്പം നമ്മൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീണ്ടും ഓപ്പൺ ആവല്ലേ. അപ്പോൾ എന്താ അതാണ് സ്റ്റോർ. നമ്മളെന്താ സ്റ്റോർ ചെയ്ത് വെച്ചു. നമ്മൾ ഇനി എപ്പോൾ ഓപ്പൺ ചെയ്താലും ഈ ഹാക്ഡ് പറയും. ഇപ്പം നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇപ്പം ഫയൽ ഇൻക്ലൂഷനിൽ പോയി. ഓക്കെ, നമ്മൾ അടുത്തത് കണ്ടു. ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റോറിലേക്ക് വന്നാൽ ഹാക്ക്. സോ ഇതാണ് സ്റ്റോർ ബേസ് എക്സസൈസും റിഫ്ലക്റ്റഡ് ബേസ് എക്സസൈസും. സോ യാ, സിമ്പിളാണ് കാര്യം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റോർ ബേസ്ഡ് ആൻഡ് റിഫ്ലക്റ്റ് ബേസ് എക്സസൈസിനെ പറ്റിയുള്ളത് ആൻഡ് ഹോം ബേസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. So bye guys, see you next video.